ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിൻ്റെ 3-ാം ദിനം അവസാനിക്കുമ്പോൾ ഒരു ഉറപ്പും ആർക്കും പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണുള്ളത്. ആദ്യ ഇന്നിങ്സ് രണ്ടുപേരെയും വെട്ടിപ്പോയിരിക്കുകയാണ്. ഇന്ത്യ 471 റൺസ് എടുത്തപ്പോൾ ഇംഗ്ലണ്ട് 465 റൺസ് എടുത്തു. വെറും 6 റൺസ് ലീഡ്, പേരിനൊരു ലീഡ് എന്നേ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ടുപേരും വെട്ടിക്കളയാം. ഇനി ഒന്നാം ഇന്നിങ്സിന് പ്രാധാന്യമില്ല. ഇനി രണ്ടാം ഇന്നിങ്സിൽ ആര് മികച്ച രീതിയിൽ കളിക്കുന്നോ അവർ ജയിച്ചു. ഇന്ത്യ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ 90-2 എന്ന നിലയിലാണ്. പ്രതീക്ഷ ഏകിക്കൊണ്ട് KL രാഹുലുണ്ട്. KL രാഹുലിലുള്ള പ്രതീക്ഷ ഇപ്പം ഇങ്ങനെ വർദ്ധിച്ച് വരിക കേട്ടോ. പണ്ടൊക്കെ നമുക്ക് KL രാഹുൽ എന്നൊന്നും പറയുമ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനായി KL രാഹുൽ മാറി. അതിലൊരു തർക്കമില്ല. കൂട്ടിന് ക്യാപ്റ്റൻ ഗില്ലും ഉണ്ട്. ഒരു 300 മേൽ റൺസ് എടുത്തില്ലെങ്കിൽ നോക്കണ്ട. കാരണം ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ അത്ര സ്ട്രോങ് ആണ്. ഇന്ത്യൻ ബോളർമാർ നോക്കുമ്പോൾ ഓൺലി ബുംറ, അല്ലേ, വേറെ ആരുമില്ല. ഇന്നലെ തന്നെ 7 വിക്കറ്റ് പോയതിനു ശേഷവും അവരുടെ ക്രിസ് വോക്സ് അടക്കമുള്ള ആൾക്കാർ ഇന്ത്യൻ ബോളേഴ്സിനെ എടുത്ത് തൂക്കുമായിരുന്നു. പ്രസീദ് കൃഷ്ണനെയും സിറാജിനെയും ഷർദുൽ ഠാക്കൂറിനെ എന്തിനാ ഇറക്കിയെന്ന് അവനും അറിയൂല, ടീം മാനേജ്മെൻറ്റിനും അറിയില്ല. ബോൾ ചെയ്യിപ്പിക്കാനല്ലേ പിന്നെ എന്തിനാണ് ഇവനെയൊക്കെ ഇറക്കുന്നതെന്ന് അറിയത്തില്ല. അവസാനം ബുംറ വന്ന് അവന്മാരെ തീർത്തത് കൊണ്ട് അവർ 465 ഒതുങ്ങി. അല്ലെങ്കിൽ എവിടെ എത്തേണ്ടതായിരുന്നു. എന്ത് തന്നെയായാലും ബുംറയിലും ഗില്ലിലും KL രാഹുലൊക്കെ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യാം.